പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള സന്തോഷമാണ്. കാരണം ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഫൈനൽ ഡേ ആയിട്ടുള്ള ഇന്നതേ ഞാൻ അശ്വിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങാമെന്നൊക്കെ ഓർത്ത് പ്ലാനിട്ട് ഇരിക്കുമ്പോൾ അവൻ പറയും ഇവിടെ വന്നിട്ട് നിന്നെ എങ്ങും കൊണ്ടുപോകാൻ പറ്റിയില്ല, ഇന്നലെ നീ എത്തിയപ്പോൾ തന്നെ രാത്രിയായില്ല, അതുകൊണ്ട് നമുക്ക് അടുത്തുള്ളൊരു ഹാർബറിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനോട് പറഞ്ഞു എടാ സമയം പോകും, കാരണം എനിക്കിന്ന് എത്താനുള്ള. പക്ഷെ അവൻ പറഞ്ഞു ഇല്ല നമുക്ക് വേഗം പോയിട്ട് വരാമെന്നും പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ളൊരു ഹാർബറിലേക്ക് വന്നേക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇത് ഇവൻ്റെ വീടിനടുത്തുള്ള അത്യാവശ്യം വലിയ ഫേമസ് ആയിട്ടുള്ള ഫിഷിംഗ് ഹാർബറാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ രാത്രിയിലെ തീരുമാനം ഞാൻ സാക്ഷാത്കരിക്കാൻ പോകുന്നൊരു ദിവസമായിട്ട് ഇന്ന്. കഴിഞ്ഞ 49 ദിവസം കൊണ്ട് കേരളത്തിലെ 14 ജില്ലയും ഒറ്റയ്ക്ക് നടന്ന് കേരളത്തിലെ 14 ജില്ലകളിലെയും 14 അപകടങ്ങളും തരണം ചെയ്ത് ഇന്ന് ഞാൻ കന്യാകുമാരി എത്താൻ പോകുന്ന ദിവസമാണ്. നമ്മുടെ ഈ ഒരു ചലഞ്ചിന്റെ ഒന്നാമത്തെ ദിവസം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ സോളോ വാക്കിംഗ് ചലഞ്ച് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രമായിരുന്നു. ഞാൻ ഈ ഒരു ചലഞ്ച് തുടങ്ങിയപ്പോൾ എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ അതേസമയം ഒരു വിഭാഗം ആൾക്കാർ മൊത്തം എന്നോട് പറഞ്ഞു വല്ല പറ്റണ പണിക്കും പോയാൽ പോരെ, ഇതൊന്നും നടക്കത്തില്ല, പകുതി വഴി നടന്നിട്ട് ബാക്കി വണ്ടി കയറി പോക്കും, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ അന്നേരം എനിക്ക് എന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്ത് കാണിച്ചിട്ടാണെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ മിഷൻ തീർത്തിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ, നമ്മൾ ചെയ്യാൻ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 100 പേര് നമ്മളെ വലിക്കാനുണ്ടാവും, പക്ഷെ നമ്മളതൊന്നും ചെവിക്കൊള്ളില്ലേ. നമുക്ക് എന്താണ് തോന്നണത് അതങ്ങ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ആരെയും ബോധിപ്പിക്കാനോ ഒന്നും നേടാനുമല്ല എൻ്റെ ഈ ഒരു ചലഞ്ച്. ഒറ്റ രാത്രി എനിക്ക് തോന്നി എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന്. എൻ്റെ ഒരു മൈൻഡിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഇറങ്ങി ഇന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ചലഞ്ചിന് ഞാൻ ഇറങ്ങി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഓരോ ആൾക്കാരും മെസ്സേജ് അയച്ചും കോൾ ചെയ്തൊക്കെ എന്നോട് ചോദിച്ചു ഇറങ്ങിയത് അബദ്ധമായി പോയി എന്ന് തോന്നുന്നുണ്ടോന്ന്. പക്ഷെ ദൈവത്തിനാണ് ഈ യാത്ര ഞാൻ തുടങ്ങി 1ാമത്തെ ദിവസം തൊട്ട് ഈ 50ാമത്തെ ദിവസം വരെ ഒരു ദിവസം പോലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല എന്തായാലും ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളോ അല്ലെങ്കിൽ മടുത്തു വിട്ടിട്ട് പോയാലോ, അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയാം ഞാനിത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ വാക്കിംഗ് ചലഞ്ചിന് ഇറങ്ങിയിട്ട് 50ാമത്തെ ദിവസമാണ്, നമ്മുടെ ഫൈനൽ ഡേ. ഇപ്പം ഞാൻ നിൽക്കുന്ന നാഗർകോവിലാണ്. നാഗർകോവിലിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ ഇനി കന്യാകുമാരിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു കായൽ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു കായലാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്താണോ നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം പോസിറ്റീവായിട്ട് ഇരിക്കണല്ലോ. നമ്മളങ്ങനെ നാഗർകോവിൽ കഴിയുവാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ കുട ഉണ്ടായിട്ടും പറ്റി കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്, കാരണം ഡയറക്റ്റ് വെയിൽ അടിക്കുന്നില്ലെങ്കിലും നമുക്ക് ആ ചൂട് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ വഴിയിൽ അത്യാവശ്യം പാടങ്ങൾ കുറേ ഉണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കുറേ പാടങ്ങളുണ്ട്. ഈ ഒരു വെയിലിനെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ല സ്ഥലം കേട്ടോ. കാരണം ഇവിടെ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര റിഫ്രഷ്മെന്റ് കിട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നല്ല എക്സൈറ്റ്മെന്റ്. നമ്മുടെ റൈറ്റ് സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിളൊക്കെ ഉണ്ട്, നല്ല കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇവിടെ എന്തോ ബാക്കി എന്തൊക്കെയോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ സൈഡിലൊക്കെ. നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴും വെയിൽ പിന്നെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണേ. പക്ഷെ നമ്മളതൊന്നും വകവയ്ക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ കാണാം, പാലത്തിന് താഴെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. പേരെന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു നദിയാണ്. ഇതുവഴി ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഈ നട്ടുച്ചയ്ക്കല്ലാതെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ എനിക്കെന്തായാലും ഇവിടെ വന്നിരുന്ന് ഇനി ടെൻഷനും സ്ട്രെസ്സും ഒന്നും കുറച്ചുകൊണ്ടിരിക്കാനായിട്ട് സമയമില്ല. എനിക്ക് പിന്നെ എത്രയും വേഗം അവിടെ എത്തണം. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് ഇന്ന് മഴ പെയ്ത അലമ്പായില്ല കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മഴ പെയ്ത അലമ്പാവണതാണ്. ഇന്നെന്തോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഭാഗ്യം. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് പരമാർത്ഥ ലിംഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോടെയാണ്. ഇവിടുന്ന് കന്യാകുമാരിക്ക് ഇനി ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സമയം ഒരു 3 മണി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു 10-40 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. അപ്പോൾ ഇത്രയും ഡിലേ ആവത്തില്ലായിരുന്നു നമ്മൾ കാര്യം പറഞ്ഞു. ഇത്രയും ഡിലേ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഇന്നലെ അശ്വിൻ്റെ അടുത്തായിരുന്നല്ലോ. അപ്പം രാത്രി ഞാൻ വന്നുകൊണ്ട് അവനെങ്ങും കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് രാവിലെ അവൻ ഹാർബറിലും ബീച്ചിലൊക്കെ ആയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. പക്ഷേ ഒത്തിരി ഡിലേ ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ വൈകുന്നേരം ഈ ഒരു ടൈമിൽ വെയിൽ ആറിയിരിക്കുന്ന ടൈമിൽ തന്നെയാണ് എത്തിയേക്കണത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് ദൂരമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെ അവസാനം നമ്മൾ നടന്നത് കന്യാകുമാരിയിലുള്ള വിവേകാനന്ദപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോക്കിന്റെ അങ്ങോട്ടാണ് പോണേ. അങ്ങോട്ടേക്ക് ഇവിടുന്ന് കുറച്ച് കിലോമീറ്ററോട് ബാക്കിയുള്ളൂ. ഇനി നമ്മുടെ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒരുമിച്ച് സംഗമിക്കുന്ന ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്ന കന്യാകുമാരിയിലൂടെയാണ് ഇപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ചെറിയ കുളമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ഇവിടുന്ന് വിവേകാനന്ദ റോക്കിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ആണ്. 2 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു ½ ആൻ അവർ
ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മളവിടെ എത്തിയിരിക്കും. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചവർക്കറിയാം നന്നായിട്ട്. കാരണം അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കയറി വന്ന ഒരു സമയമായിട്ട് ഇത്. നമുക്ക് ദേ ലെഫ്റ്റ് പിടിച്ച് അങ്ങോട്ടാട്ടോ പോകണ്ടേ. ഇവിടെ ദേ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ദേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും കുറേ ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും പിന്നെ ഇവിടുത്തെ കുറേ ആൾക്കാരുടെ ഓരോരോ സാധനങ്ങളൊക്കെയാണ്. പണി കിട്ടി, നമ്മളിവിടെ എത്തിയാറുന്നു. പക്ഷേ കറക്റ്റ് 4 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും, അങ്ങോട്ടേക്ക് കയറ്റി വിടത്തില്ല. ഞാനവിടെ ആ പോലീസുകാരോട് 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി. പക്ഷേ അവർ പറഞ്ഞു പറ്റത്തില്ല, 4 മണി ക്ലോസിങ് ടൈമാണ്, ആരെ അകത്തേക്ക് കയറ്റി വിടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും ദൂരം ഇവിടം വരെ വന്നതല്ലേ, ഒരു ഫോട്ടോ എടുക്കേണ്ട പോകണമെങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ടെമ്പിളിൻ്റെ അവിടെ വേറൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സോളോ വാക്കിംഗ് ചലഞ്ച് ദേ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് തന്നെ ഭയങ്കര ഒരു അഭിമാനമുണ്ട്. കാരണം തുടക്കം മുതലേ ഉള്ള എൻ്റെ ഒരു വിശ്വാസം, ആ വിശ്വാസം അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തുടക്കം തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും പുച്ഛിച്ചവർക്കും എന്നെ വിശ്വസിക്കാതിരുന്നവർക്കും എൻ്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ സമർപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല വിഷൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ അത് ചെയ്യുക. വേറൊരാളുടെ അഭിപ്രായം ചോദിക്കാൻ നിൽക്കരുത്. കാരണം നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യം മറ്റൊരാൾക്ക് വെറും ഒരു കഥ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ കഥയിലെ കളിപ്പാവയാവാതിരിക്കുക. സ്വന്തമായിട്ടൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക, അത് നടത്തിയെടുക്കുക. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ഇതിൻ്റെ റീക്യാപ്പ് ഒന്ന് കണ്ടാലോ. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഏകദേശം 650 കിലോമീറ്റർ കവർ ചെയ്ത് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള നമ്മുടെ വാക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാല് കുറേ രക്തം കണ്ടുപിടിക്കുകയും പൊട്ടുമൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല പിന്നെ കനായിട്ടുണ്ട്. നല്ല പാടുള്ള പരിപാടിയാണ്. കുറേ പേരുടെ മെസ്സേജ് അയച്ചും വോയിസ് അയച്ചു ചോദിച്ചാൽ കണ്ണൂരിൽ വരും. കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ചും വോയിസ് അയച്ചൊക്കെ ചോദിച്ചു, നീ ശരിക്കും നടക്കുവാണോ, സത്യം പറയാന്ന്. പിന്നെ കുറേ പേര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇത്രയും കഷ്ടപ്പെട്ട് നീ നടക്കൊന്നും വേണ്ട, നൈസായിട്ട് നീ ഒരു വണ്ടി കയറി പോകും, കുറച്ച് പേരും വന്നിട്ട് അങ്ങനെ കുറച്ച് പേര് നടന്നാൽ മതി എന്നൊക്കെ പറയാനുണ്ട്. ഇത്ര ആത്മാർത്ഥം ഒന്നും കാണിക്കേണ്ടതൊക്കെ പറയുന്നുണ്ട്. ആരും തുടങ്ങി വെക്കാൻ എല്ലാവർക്കും എളുപ്പം, പക്ഷെ അത് തീർക്കണോട്ടാണ് കഴിവ്. ഇപ്പം ഞാൻ തുടങ്ങി വെച്ചു. എനിക്കത് നല്ല പാടുള്ള പരിപാടിയാണ്. എന്നാക്കാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കും. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഡേയിൽ എനിക്കൊരു ഫീൽ കിട്ടും, ഇത്രയും ദൂരം ഞാൻ കവർ ചെയ്തല്ലോ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. ഞാൻ ഈ കേരളം മൊത്തം കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നടന്നു പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ നടന്നു എന്നുള്ളത് എനിക്കറിയാം, വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കും പറഞ്ഞാൽ എൻ്റെ ഈ പുറത്ത് കിടക്കുന്ന ഈ ട്രാവലിംഗ് ബാഗ് ഉണ്ടോ, ഈ സാധനത്തിന് അത്യാവശ്യം നല്ല മുടിഞ്ഞ കനമുണ്ട്. അപ്പോൾ ഇതും തൂക്കിക്കൊണ്ട് നമ്മൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടഫാണ്. അപ്പോൾ ഇതില്ലാതെ എനിക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ എനിക്ക് നല്ല ഡിസ്റ്റൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും വെയിറ്റ് ഉള്ള ഈ സാധനം വെച്ചുകൊണ്ട് ഞാൻ പോകുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എനിക്കങ്ങനെ കുടിച്ചാടി ഓടിച്ചാടി ഞാനൊരു മണ്ണിടിച്ചിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും. നടന്നു നടന്ന് എൻ്റെ കാലിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല തീരുമാനമായിട്ടുണ്ട്. എല്ലാം തീർത്ത് ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ഡേ കന്യാകുമാരി ചെന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തു. അവർക്കുള്ള മറുപടി ഞാനിത് തീർക്കണം എന്ന് ഞാൻ കൊടുത്തിരിക്കും. കുറേ പേര് എന്നോട് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. കാലൊക്കെ പൊട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു. ഞാനിതിൽ ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് എന്തിട്ട് ഉറക്കമില്ല. കാരണം ഈ ചെരുപ്പിട്ട് നടന്ന് ഈ ഫ്രിക്ഷൻ കാരണം ഉരഞ്ഞുരഞ്ഞ് കാലിൻ്റെ കാര്യത്തിൽ ഏകദേശം നല്ലൊരു തീരുമാനമായിട്ടുണ്ട്. കുറച്ചു നേരം കാലിങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നമ്മൾ നടന്ന് നമ്മുടെ കിലോമീറ്ററിൻ്റെ എണ്ണം കുറഞ്ഞു വരുവാണ്. ഇത് അവിടെ ഒരു ബോർഡുണ്ട്, അത് നോക്കി കാണാം. കണ്ണൂരിന് വെറും 30 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ എന്താ പൊട്ടാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു. അന്നേരമാണ് കറക്റ്റ് സമയത്ത് ബാഗ് നമുക്കിട്ട് പണി തരണത്. മഴ കാരണം ഫുള്ള് കവർ ചെയ്ത് ഞാൻ എന്തോ പറ്റി അന്യഗ്രഹ ജീവിയൊക്കെ പോണ പോലെയായിരുന്നു റോട്ടിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത്. ഫോട്ടോ വിട്ട് ഈ ട്രാവലിംഗ് ബാഗ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്തോ ഒരു വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് ആരോ വന്ന പോലെയാണ് നമ്മുടെ നാട്ടുകാരൊക്കെ നോക്കണേ. കാരണം അവരെന്തോ വേറെ ഏതോ മനുഷ്യനെ ഞാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. ഊഹം ശരിയാണെങ്കിൽ ഇതും ഏതെങ്കിലുമൊക്കെ ഒരു കാട്ടിലേക്കുള്ള വഴിയായിരിക്കും. കിട്ടിയെന്ന് പറഞ്ഞു വിട്ടോ എന്തേ പശുവിനെ കൊണ്ട് പോകുന്ന അപൂർവമായ കാഴ്ച. മാപ്പ് നല്ല രീതിയിൽ പണിയൊന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് നോക്കി, ഇങ്ങാനും രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടെ എന്ന് ഓർത്തിട്ട്. അത്യാവശ്യം നല്ലൊരു കമ്പനി വൈബുള്ള ആളാണ്. എന്നോട് ഇങ്ങനെ വന്നപ്പോൾ വിശ്വസിച്ചില്ല കേട്ടോ. പുള്ളി വന്നിട്ട് ആ സാധനം ചൂടുവെള്ളം എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കാല് നന്നായിട്ട്
ചൂടൊക്കെ പിടിപ്പിച്ച് വന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒപ്പി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എന്തിട്ട് സമ്മതിക്കാനുള്ളൂ. ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. ചേട്ടാ കയറി ലക്കിടി വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ചുരം മൊത്തം നടന്നു കയറിയതിൻ്റെ ആ ഒരു ക്ഷീണം മാറാൻ ജസ്റ്റ് ദേ ഈ ലക്കിടി വ്യൂ പോയിന്റിൽ ഇവിടെ നിന്നിട്ട് താഴേക്കൊന്ന് നോക്കിയാൽ മതി. അത്ര റിലാക്സേഷനാണ്. അങ്ങനെ അവസാനം നമ്മൾ എത്തി ഗൈസ്. വെൽക്കം ടു വയനാട്. ഇതിൻ്റെ അറ്റത്ത് വിഷം പുരട്ടിയിട്ടൊക്കെ ചെയ്യൂലേ. വഴി കൂടെ ആന കയറി വന്നിട്ട് അവർ കുറച്ച് ദുർഘടം പിടിച്ച പാതയാണ്. പിന്നെ നമുക്ക് കയറിപ്പോവാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു. അല്ലേ പിന്നെ തിരിച്ചിറങ്ങേണ്ടി വരും കേട്ടോ. ഏതോ കാട്ടിലേക്കുള്ള വഴിയാണേ. ദൈവമേ, പാമ്പൊന്നും കടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ പാലക്കാട് ചാലിശ്ശേരി A3 ലാമിനേഷൻ അടിച്ചേക്കാന്ന് ഓർത്തൊരു വാട്ടർ പ്രൂഫിങ് A3 ലാമിനേഷൻ അടിക്കാൻ വേണ്ടി വന്ന വഴിക്കൊന്ന് കയറിയാണ്. ആദ്യമായിട്ട് മനോരമയെന്ന് വിളിച്ചതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. 38ാമത്തെ ദിവസം. ബാക്കി അങ്ങോട്ടുള്ള ഫുള്ള് വീഡിയോ ഇടാനായിട്ട് കിടക്കുവാണ്. ഇനിയായ വെയിൽ, മനുഷ്യനെ കൊല്ലണ വെയിൽ. കാര്യം എന്തായാലും അറിയില്ല. അവർ നല്ലൊരു മൈൻഡിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്നാലും നല്ലപോലെ എല്ലാം ഫിനിഷ് ചെയ്യാനുള്ളൊരു ആരോഗ്യം ദൈവം കൊടുക്കട്ടെ. നമുക്ക് ഞാനെന്തായാലും ഒരു സൈക്ലിംഗ് റെക്കോർഡ് കണ്ടിരുന്നു. ഇപ്പം വഴിയിൽ പോയിട്ട് അതിനെ കണ്ടതാ. അവിടെ മൈൻഡ് ഈ ഒരു സമയത്ത് ഈ ഇതുകൊണ്ട് ആരും എന്തായാലും ഒന്നും ചെയ്യത്തില്ല. എല്ലാവരും ബൈക്ക് എടുത്ത് കാർ എടുത്ത് കറങ്ങി നടക്കുമ്പോൾ ചേർക്കാൻ നല്ലൊരു നമ്മുടെ കാര്യം ശരത് നമ്മുടെ പയ്യൻ ചെയ്യുന്ന സെറ്റപ്പ് ഒരു പരിപാടിയാണ്. നല്ല നല്ലൊരു ലെവലിൽ പോട്ടായിരുന്നു. റെക്കോർഡ് കിട്ടാനുള്ളൊരു സെറ്റപ്പ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 10-35 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 5:30-6 മണി ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ നമ്മുടെ വാക്കിംഗ് ചലഞ്ചിന്റെ 50ാമത്തെ ദിവസമായിട്ട്